സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. കോഴിക്കോട് കല്ലാച്ചിയിൽ വീട് തകർന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ റോഡിലേക്ക് കൂറ്റൻ മതിൽ ഇടിഞ്ഞു വീണു. കോതമംഗലം പൂയംകുട്ടി ഒഴുക്കിൽപ്പെട്ട കാട്ടാനയുടെ ജഡം കണ്ടെത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഹർജികൾ സുപ്രീം കോടതിയിൽ. ചോദ്യപേപ്പർ ചോർച്ച സംഘടിതമാണോ എന്ന് ബോധ്യപ്പെടുത്തണമെന്ന് കോടതി. എല്ലാ വിദ്യാർത്ഥികളെയും ബാധിച്ചെങ്കിൽ മാത്രം പുനഃപരീക്ഷയെന്നും സുപ്രീം കോടതി. ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട വീഡിയോ വ്യാജമെന്ന് NTA. ആമയിഴഞ്ചാൻ തോട് ഉടൻ വൃത്തിയാക്കാൻ തീരുമാനം. റെയിൽവേയും നഗരസഭയും ശുചീകരണത്തിൽ പങ്കാളികളാകും. സബ് കളക്ടർ അധ്യക്ഷനായി സ്ഥിരം സമിതി രൂപീകരിക്കാനും മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ തീരുമാനം. മാലിന്യ പ്രശ്നത്തിൽ നഗരസഭയിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. കേരള രാഷ്ട്രീയത്തിലെ ജനകീയ മുഖം ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്ന് 1 വർഷം. പുതുപ്പള്ളിയിലെ അനുസ്മരണ സമ്മേളനം ഗവർണർ ഉദ്ഘാടനം ചെയ്തു. പുണ്യ ആത്മാവിൻ്റെ പാവന സ്മരണക്ക് മുന്നിൽ എൻ്റെ സാദര പ്രണാമം. പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയിലേക്ക് ജനപ്രവാഹം തുടരുന്നു. ശ്രീലങ്കൻ പര്യടനത്തിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിച്ചേക്കും. സൂര്യകുമാർ യാദവിനെ 2020 ടീമിന്റെ നായകനാക്കിയേക്കും.